ഇതിപ്പോൾ നമ്മുടെ ലൈഫിലെ ഒരു ആഫ്റ്റർ 9 to 5 ജോബാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു ചെറിയ ക്ഷീണം കാരണം ഞാനിങ്ങനെ ഒന്ന് കിടക്കുകയായിരുന്നു. അപ്പോഴേക്കും എന്തേ മൈ ഡിയർ ഹസ്ബൻഡ് ഈസ് ഹിയർ, ഹി ഗോട്ട് മീ സംതിങ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് ചാർജായിട്ട് അപ്പോൾ രജിത്ത് പറഞ്ഞു, എന്തുകൊണ്ട് നമുക്കിത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിക്കൂടാ. യൂഷ്വലി നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും ആ ഒരു വീക്കിൽ വൈകുന്നേരങ്ങളിൽ എന്ത് കഴിക്കണം എന്നുള്ളത്. ഇത് വളരെ അൺയൂഷ്വലാണ്, പെട്ടെന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. ഇത്ര എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കുക്കിംഗ് ഒന്നും പൊതുവേ നമ്മൾ വീക്ക് ഡേയ്സിൽ അങ്ങോട്ട് ചെയ്യാറില്ല, കാരണം നല്ല ടൈം കൺസ്യൂമിംഗ് ആണല്ലോ. അപ്പോൾ ഇന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഫൈനലി വി ഡിസൈഡഡ് ഓൺ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും. രജിത്തിന് ഡ്രാഗൺ ചിക്കൻ കഴിക്കണമെന്ന് വല്ലാത്തൊരാഗ്രഹം. അതും ബാംഗ്ലൂരിൽ നമ്മൾ കഴിക്കുന്ന ഒരു സ്പെസിഫിക് റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടുത്തെ സ്റ്റൈലിൽ. ഐ ഡോണ്ട് നോ ഹൗ യു ഗോണ മേക്ക് ഇറ്റ് ഹാപ്പൻ. എത്രയൊക്കെ റെസിപ്പിയും ചാനൽസും ഒക്കെ സെർച്ച് ചെയ്തിട്ടും ആ ഒരു മെനു നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആൾ തന്നെ മുൻകൈ എടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഷാൻജിയോയും ഷാമീസ് കിച്ചനും കണ്ണൂർ കിച്ചനും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം കൂടെ ഒരു കോക്ടെയിലായിരിക്കും നമ്മുടെ ഈ ഒരു ഫുഡ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ജോലി സൈഡിൽ പോയിന്ന് കമൻ്റ് അടിക്കുക എന്നുള്ളതാണോ? മര്യാദയ്ക്ക് പണിയെടുക്കുന്നവരുടെ അടുത്ത് പോയിന്ന് കമൻ്റ് അടിച്ചാൽ ദേഷ്യം വരുമോ ഇല്ലയോ? വരും. രജത്തിനും വരുന്നുണ്ടായിരുന്നു. അതല്ല, ഇത് ഇത്രയും കാര്യമായിട്ട് ചെയ്യുന്നില്ലേ? അപ്പോൾ എനിക്ക് നല്ലതാണ്, ചെക്കൻ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടെന്നേ ഒന്ന് എൻകറേജ് കൊടുത്താൽ എനിക്ക് നല്ലതാണ് ഭാവിയിൽ. ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ നമ്മുടെ ഫിനിഷിങ് സ്റ്റേജിലെത്തിയിട്ടോ. ആ ഒരു ചിക്കൻ്റെ സൈസ് വെച്ചിട്ട് ഡ്രാഗൺ ചിക്കനെ പോലൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റ് വെച്ചിട്ട് അടിപൊളിയായിരുന്നു. കണ്ടില്ലേ ഷെഫിൻ്റെ ഒരു കലാവിരുത് സ്ലോ മോഷനിൽ ആ പാനിട്ട് ഇങ്ങനെ സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ പ്ലേറ്റൊക്കെ ചെയ്ത് നമ്മളുടെ ഒരു സ്ട്രെസ് ബേസ്റ്റാണ് കേട്ടോ ഉപ്പും മുളകും കാണുക എന്നുള്ളത്. അങ്ങനെ അതിൻ്റെ ഒരു എപ്പിസോഡൊക്കെ കണ്ട് ഞാൻ കിച്ചണിൽ വന്നു ഡിഷെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട്. അതെല്ലാം കഴിഞ്ഞ് ബാക്കി ഉണ്ടായിരുന്ന ഫുഡും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു. പിന്നെ ഇത് രജിത്തിനുള്ള മീൽ ട്രിപ്പാണ് കേട്ടോ. രജിത്ത് യൂഷ്വലി ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഗ്രനോളയോ അങ്ങനെ എന്തെങ്കിലും സീരിയൽസും മിൽക്കും അല്ലെങ്കിൽ ഒരു സ്മൂതിയൊക്കെയാണ് കഴിക്കുന്നത്. എൻ്റെത് പിന്നെ ഓൺ ആൻഡ് ഓഫ് ആണ്, ചിലപ്പോൾ തോന്നിയാൽ കഴിക്കില്ലെങ്കിൽ ഇല്ല. പിന്നെ ഇപ്പോൾ പോയിട്ട് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.